ഹരിതചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ആകാശവാണി കവരത്തിയുടെ ഹരിതചിന്തകൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ആരോഗ്യത്തിനും പ്രകൃതിയുമായുള്ള ബന്ധത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു വിഷയവുമായി ഇന്ന് നിങ്ങളെ സമീപിക്കുകയാണ്. വീടിൻ്റെ ചെറിയൊരു ഭാഗത്ത് തന്നെ പച്ചക്കറി കൃഷി നടത്തി സ്വയം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരാളുടെ പ്രചോദനാത്മകമായ അനുഭവങ്ങളാണ് ഇന്നത്തെ പരിപാടിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വീട്ടിൽ നിന്നുള്ള പച്ചക്കറി ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും എന്ന ആശയത്തെ സാക്ഷാത്കരിച്ച് ചെറിയ കോയയുടെ ജീവിതവും പരിശ്രമവും നമ്മെ ഏറെ പ്രചോദിപ്പിക്കും. അതിനാൽ ഇന്നത്തെ പരിപാടിയിൽ നമ്മോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനെത്തിയിരിക്കുന്നത് അമിനിദ്വീപ് സ്വദേശിയായ ശ്രീ ചെറിയ കോയയാണ്. ചെറിയ കോയയുടെ കൃഷി അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. ನನ್ನ പേര് ചെറിയവ. നാം അമ്മേനുള്ളത് വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷിയെ കൂടെ വളരെയധികം താല്പര്യം ഉണ്ടാണ്. നാം 5ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് നാം ചെറിയ രീതിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്ത് വിത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് കൂടുതലും നമ്മളെ കടകളിൽ പച്ചക്കറി കേരളത്തിൽ നിന്ന് വരുമ്പോൾ പച്ചക്കറി ആൾക്കാർക്ക് കൊടുത്തു കഴിയുമ്പോൾ വേസ്റ്റ് വരും. വേസ്റ്റ് ചീഞ്ഞതൊക്കെ അവർ അവിടെ കൊണ്ടുപോയി കളയും, അതിൻ്റെ പരിസരത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴത്തേക്കും അവിടെയൊക്കെ വിത്തുകൾ മുളച്ചു പൊങ്ങി വരും. തക്കാളി തൈ ഉണ്ടാവും, മുളക് തൈ ഉണ്ടാവും, വെണ്ട ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പറിച്ചു കൊണ്ടുപോകാൻ വീട്ടിൽ നടും. അന്ന് തൊട്ടാണ് ഞാൻ പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയത്. +2 ഫെയിൽഡായി നിന്ന സമയത്താണ് അഗ്രികൾച്ചറിൻ്റെ ഒരു കോഴ്സ് എനിക്ക് കാണാൻ പറ്റിയത്. ഒരു 6 മാസത്തെയാണ് ഈ കോഴ്സ്. തമിഴ്നാട്ടിലാണ്. അതറിഞ്ഞ പാട് തന്നെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യുകയും അവിടെ പോയി പരീക്ഷ എഴുതുകയും ഒരു 2 മാസത്തിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടുകയും പിന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ സമർപ്പിക്കുകയും അങ്ങനെ ഞങ്ങൾ ഒരു 8-10 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് എല്ലാവരെയും ഒന്നിച്ചെടുക്കാൻ പറ്റില്ല, ഞങ്ങളൊരു 4 പേരെ വെച്ച് 3 മാസത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അങ്ങനെ 3 മാസത്തേക്ക് എടുക്കാൻ അങ്ങനെ തുടങ്ങി. ഒരു ഏകദേശം ഒരു 7-8-10 വർഷത്തേക്ക് ഞങ്ങൾ അങ്ങനെ മാറി അങ്ങനെ തുടർന്ന് പോവുകയാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൃഷിയിലൂടെ കിട്ടി. അന്ന് ആ കൃഷിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ടെറസിൽ കൃഷി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയും ടെറസിൽ തന്നെ ഞാൻ കൃഷി ചെയ്യുകയും ചെയ്തു. പിന്നെ അങ്ങനെ ഒരു 8-10 വർഷം ആയപ്പോഴാണ് നമ്മൾ പിരിച്ചു വിടുന്നത്. പണിയിൽ നിന്ന് പിരിച്ചു വിട്ട സമയത്താണ് നമ്മൾ ടെറസിലെ കൃഷി ഒന്നുകൂടി വിപുലമാക്കി സ്വന്തമായിട്ട് തന്നെ കൃഷി ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയും ടെറസിൽ വിപുലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൃഷിയോടൊപ്പം കാട്ടിലൊരു വാഴത്തോട്ടവും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ മാമൻ്റെ ഒരു ലാൻഡിൽ ഞാൻ വിപുലമായിട്ട് തന്നെ വാഴത്തോട്ടവും ഇപ്പോൾ തുടങ്ങി. അപ്പോൾ വാഴത്തോട്ടം തുടങ്ങുമ്പോൾ എനിക്ക് പല ട്രെയിനിങ്ങിലും പല ഡിപ്പാർട്ട്മെൻറ്റിലും അറിയാൻ സാധിച്ചത് ഒരു വാഴയിൽ നിന്ന് മറ്റേ വാഴയിലേക്ക് 2 മീറ്റർ അകലം വേണം. ഈ 2 മീറ്റർ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വെറുതെ വിടണ്ടെന്ന് കരുതി നമ്മൾ അവിടെ പപ്പായ കൃഷി ചെയ്ത് ഓരോ ഗ്യാപ്പിലും ഒരു 10-50ഓളം വാഴ വെറൈറ്റി പല ഐറ്റം ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ പപ്പായ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. 2 കൃഷിയും ഒന്നിച്ചു കൊണ്ടുപോകും. ഏകദേശം 10-60ഓളം വാഴ തൈകളുണ്ട്. വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, പല ഐറ്റംസിലും ഉണ്ട്. പൂവനുണ്ട്, നാലിയുണ്ട്, മൈസൂറുണ്ട്, റോബസ്റ്റ് ഉണ്ട്, അങ്ങനെ പല ഐറ്റംസും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായ റെഡ് ലേഡി ഉണ്ട്, പിന്നെ നാടൻ പപ്പായ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വിളവ് കിട്ടുമ്പോൾ തന്നെ ഇവിടെ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളടുത്ത് വരുന്നുണ്ട്. കാരണം നാടൻ വിളവായതുകൊണ്ടാണ് അവർ പെട്ടെന്ന് നമ്മളടുത്ത് വരുന്നത്. നമ്മൾ 2 കൃഷിയും വളരെ വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു വർഷത്തോളം വേണ്ടി ഞാൻ സ്വയം ടെറസിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ ഡിപ്പാർട്ട്മെൻറ്റുകാർ പല വീടുകളിലും ടെറസിൽ ചെയ്യുന്നവരെ നോക്കാൻ വന്നു. അങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് അഗ്രികൾച്ചറിൻ്റെ തന്നെ ഒരു കോഴ്സിന് വേണ്ടി മഹാരാഷ്ട്രയിൽ ബാരാമതിയിൽ ഒരു ട്രെയിനിങ് 1 മാസത്തേക്കുള്ളത്, അതിലെനിക്ക് അവസരം ലഭിച്ചു. 1 മാസത്തെ കോഴ്സായിരുന്നു മഹാരാഷ്ട്രയിൽ ചെയ്തത്. അതിൽ കഴിഞ്ഞിട്ട് വന്ന് എനിക്ക് കൂടുതൽ കൃഷി ചെയ്യാൻ താല്പര്യം വർദ്ധിച്ചു. പല രീതിയിലുള്ള മോഡേൺ കൃഷി രീതികളാണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ അവിടെ നമുക്ക് കാണിച്ചത്. ലക്ഷദ്വീപിലെ മണ്ണ് പച്ചക്കറി കൃഷിയും വാഴക്കൃഷിക്കും തെങ്ങ് കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ മണ്ണാണെന്ന് എൻ്റെ കൃഷി ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ സ്വയം വീട്ടുവളപ്പിലും ടെറസിലും ഇതുപോലുള്ള കൃഷികൾ
എല്ലാവരും ഇതിനു വേണ്ടി തുനിഞ്ഞ് ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. വിഷരഹിത പച്ചക്കറി നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ സ്വയം കൃഷി ചെയ്യാൻ ഇറങ്ങണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ വളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചാണകം, കോളിക്കാട്ടം, വീട്ടിൽ വേസ്റ്റ് വരുന്ന എല്ലാ വേസ്റ്റും ഞാൻ ബക്കറ്റ് വെച്ചിട്ടുണ്ട്. വീട്ടിൽ അവരിടുന്ന എല്ലാ വേസ്റ്റും കാട്ടിൽ കൊണ്ടുപോകും. വേലിയിൽ എല്ലാ വാഴയുടെ മിരട്ടിലും അവിടെ ചുവട്ടിൽ മണ്ണ് മൂടി കൊടുക്കുന്നുണ്ട് എപ്പോഴും. അതാണ് ഏറ്റവും നല്ല വളം. പിന്നെ നമ്മൾ ചാണകം അതുപോലെ ഇപ്പോൾ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ കോളിക്കാട്ടവും ഈ ഫുഡ് വേസ്റ്റുമാണ് നമ്മൾ കൂടുതലും വളമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ രോഗങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നത്. രോഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെള്ളീച്ച ശല്യമുണ്ട്. ഇപ്പം നമ്മളെ ഇവിടെ തന്നെ ഓലയിലൊക്കെ വരുന്ന ഒരു വെള്ളീച്ചയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. വെള്ളീച്ച അതിൻ്റെ കറുത്ത നീറൊക്കെ വിട്ടിട്ട് നമ്മളെ വായൊക്കെ നശിക്കാറുണ്ട്. അതുമാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനെ രോഗങ്ങൾ കുറവാണ്. പിന്നെ കാട്ടിലായതുകൊണ്ട് നമുക്ക് അധികം വെള്ളം 2 നേരവും കൊടുക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു നേരം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ വാഴക്കൃഷിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ്. അപ്പോൾ നമ്മൾ അധികവും ഏതെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും വെള്ളം ഒഴിച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയാം. നമ്മുടെ ഇവിടുത്തെ നമ്മൾ ആവശ്യത്തിന് തെങ്ങുകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നശിപ്പിച്ച സ്ഥലത്തേക്ക് തന്നെ നമ്മൾ ഇതുവരെ ആരും തെങ്ങ് വെച്ച് പിടിപ്പിക്കാറില്ല. ഇതുവരെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇവിടുന്ന് തെങ്ങുകൾ വെട്ടി നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ആരും തെങ്ങ് കൃഷി ചെയ്യാൻ ആരും മുന്നിട്ടിറക്കുന്നില്ല. ഇവിടുത്തെ തെങ്ങുകൾ കൊത്തി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ പ്രചോദനമായിട്ട് നമ്മൾ ആരും വെച്ച് പിടിപ്പിക്കാറില്ല. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മളെ തെങ്ങുകൾ നശിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ തെങ്ങ് വെക്കാൻ എല്ലാവരും തൈകൾ വെച്ച് തെങ്ങ് ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയൊരു 10-20 വർഷം കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇത്രയും കാലം കാത്തിരുന്നതിൽ 2025 എനിക്കൊരു ബെസ്റ്റ് കർഷകനുള്ള അവാർഡ് എനിക്ക് കിട്ടിയത്. അൽഹംദുലില്ലാഹ്. ഇനിയും മുന്നോട്ട് തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം. അതുപോലെ നിങ്ങളും ഈ ജൈവ കൃഷിയുമായിട്ട് തന്നെ ഇതിന് മുന്നോട്ട് തന്നെ ഇറങ്ങണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ പഴയ തലമുറയിൽപ്പെട്ടവരുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആധാരങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു വാക്കാണ് കൃഷി. അതിൽ അവർ വളരെയേറെ മഹത്വം കാണുമായിരുന്നു. ഇന്ന് അതില്ല. സാരമില്ല, നമുക്കും കൃഷി ചെയ്യാം. കൃഷിക്ക് നമുക്ക് ചെയ്യാൻ 4 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സുന്ദരമായിട്ട് കൃഷി ചെയ്യാം. അതിൽ നമുക്ക് ഒന്നാമത്തെ തന്നെ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെയാണ് കൃഷിയിലും. പിന്നെ 3 കാര്യങ്ങളെന്ന് വെച്ചാൽ വെള്ളം, വളം, സൂര്യപ്രകാശം. ഇത് 3ഉം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന സ്ഥലമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് പരിചരണം മാത്രം. ഇന്നത്തെ കാലത്ത് ആർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് പച്ചക്കറിയും ഫ്രൂട്ട്സും. എല്ലാ വീടുകളിലും ഇത് വളരെ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. എന്നാൽ കടകളിൽ കിട്ടുന്നതോ വളരെ നിലവാരം കുറഞ്ഞതും നമ്മുടെ ശരീരത്തിന് ഹാനികരമായ വിഷാംശം കലർന്ന പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഇത്തരം സഹികേടിന് മുതിരാതെ നമ്മൾ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള തോട്ടം ഉണ്ടാക്കുകയും അതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട പച്ചക്കറിയും ഫ്രൂട്ട്സും നെട്ട് വളർത്തിയാൽ ആരോഗ്യവും ആയുസ്സും മനഃശാന്തിയും ലഭിക്കും. ഇത് തീർച്ചയാണ്. ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറിൽ നിന്നും വെറും 4 മണിക്കൂർ മാറ്റിവെച്ചാൽ മതി. രാവിലെ 2 മണിക്കൂർ, വൈകുന്നേരം 2 മണിക്കൂർ. ഈ സമയം മതി നമുക്ക് അടുക്കള കൃഷി ചെയ്യാൻ. വളമായി ആലിവളം, വെണ്ണീര്, ചകിരിച്ചോറ്, വീട്ടിലെ അടുക്കള വേസ്റ്റ് ഇതൊക്കെ മതി. ഇതിന് മുതൽ മുടക്കേണ്ടതില്ല. നാം എല്ലാവരും ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ കരയിൽ നിന്നും നമ്മുടെ ദ്വീപുകളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിഷമാർന്ന പച്ചക്കറിയും പയവർഗ്ഗങ്ങളും നമുക്ക് വാങ്ങിക്കേണ്ടി വരില്ല. അതിനാൽ എല്ലാവർക്കും ഉചിതമായ രീതിയിലുള്ള പച്ചക്കറിയും ഫ്രൂട്ട്സ് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനും അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹിപ്പിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് മുതൽ ഇതിനായി പ്രോത്സാഹിപ്പിക്കുക, പരിചരിക്കുക. പ്രിയ ശ്രോതാക്കളെ, വീട്ടിൽ തന്നെ ചെറിയൊരു സ്ഥലത്ത് തുടങ്ങുന്ന പച്ചക്കറി തോട്ടം നമ്മുടെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും വലിയൊരു സംഭാവനയാകുമെന്ന് ചെറിയ കോയയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളും ഈ മാതൃക പിന്തുടർന്ന്
സ്വയം കൃഷിയിലേക്ക് ഒരു ചുവട് വെക്കാം. ഇന്നൊരു വിത്ത് നട്ടാൽ നാളെ ഒരു ആരോഗ്യകരമായ ജീവിതം നമുക്ക് സ്വന്തമാകും എന്ന സന്ദേശത്തോടെ ഇന്നത്തെ പരിപാടി ഇവിടെ സമാപിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹരിത ചിന്തകൾ. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി അമിനി ദ്വീപ് സ്വദേശി ശ്രീ ചെറിയകോയ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് സബീന ബി കീളാസുറാമ്പി. ഏവർക്കും നന്ദി, നമസ്കാരം. ഹരിത ചിന്തകൾ. പരിസ്ഥിതി വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി.